നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയൽവാസിയുടെ വീട്ടിലുള്ള ഓട്ടോമാറ്റിക് ഗേറ്റ് കടന്ന് പള്ളിയിലേക്ക് പോകുന്നതിനിടെ 9 വയസ്സുകാരന് ദാരുണാന്ത്യം. വിവരമറിഞ്ഞ കുട്ടിയുടെ മുത്തശ്ശി ആശുപത്രിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വയലത്തൂർ ചിലവിൽ ചങ്ങാണംകാട്ടിൽ കുന്നശ്ശേരി അബ്ദുൽ ഗഫൂറിന്റെയും സാജിലയുടെയും മകൻ മുഹമ്മദ് സിനാനാണ് ഗേറ്റിനടിയിൽ കുടുങ്ങി മരിച്ചത്. വിവരമറിഞ്ഞ ആശുപത്രിയിലെത്തിയ ഗഫൂറിന്റെ മാതാവ് പാങ്കല്ലാങ്ങോട്ടുകുടിയിൽ ആസിയ 51 വയസ്സായിരുന്നു. രാത്രി 12 മണിയോടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 4-ന് ശേഷമാണ് കുട്ടി വീട്ടിലെ ഓട്ടോമാറ്റിക് ഗേറ്റ് കടന്ന് പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുമ്പോൾ ഗേറ്റിൽ കുടുങ്ങിയത്. ഇതുവഴി നടന്നു പോവുകയായിരുന്ന നാട്ടുകാരനാണ് കുട്ടി ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ഈ അയൽവാസി വയലത്തൂരിലെ ക്ലിനിക്കിലും തുടർന്ന് കോട്ടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. എല്ലാവരും ഹജ്ജിന് പോയതിനാൽ അപകടം സംഭവിച്ച ഗേറ്റിലുണ്ടായിരുന്ന വീട്ടിൽ ആരും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് ആശുപത്രിയിൽ വെച്ച് ആസിയ കുഴഞ്ഞു വീണത്. ആസിയയുടെ മൂത്ത മകൻ അബ്ദുൽ ഗഫൂറിന്റെ മകനാണ് ഗേറ്റിൽ കുടുങ്ങി മരിച്ച മുഹമ്മദ് സിനാൻ. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സിനാൻ. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സിനാൻ സമീപത്തെ വീട്ടിൽ ഗേറ്റിൽ കുടുങ്ങിയത്. ഈ വീട്ടിലെ ഗേറ്റ് തുറന്ന് പള്ളിയിലേക്ക് പോകുന്നതിനിടെ ഗേറ്റിൽ കുടുങ്ങുകയായിരുന്നു. ഏറെ നേരം ഗേറ്റിൽ കുടുങ്ങിക്കിടന്ന കുട്ടിയെ അതുവഴി എത്തിയവരാണ് കണ്ടത്. ഉടൻ തന്നെ ഗേറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വകാര്യ ക്ലിനിക്കിലും കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിനാനെ രക്ഷിക്കാനായില്ല. ഗേറ്റ് പെട്ടെന്ന് അടയുകയും കുട്ടി ഗേറ്റിൽ കുടുങ്ങുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നിലയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ഗേറ്റിന് സാങ്കേതിക തകരാർ ഉള്ളതായാണ് സംശയം. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അപകടം നടന്ന വീട്ടിലെ എല്ലാവരും ഹജ്ജിന് പോയതിനാൽ അപകടം സംഭവിച്ച സമയത്ത് വീട്ടിലോ പരിസരത്തോ ആരും ഉണ്ടായിരുന്നില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചിലവിൽ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കും. അസ്മ ഐവിയാണ് സിനാന്റെ സഹോദരി. വയലത്തൂർ ചിലവിൽ മഹല്ല് മുൻ പ്രസിഡന്റ് CK കുഞ്ഞാലി ഹാജിയുടെ ഭാര്യയാണ് മരിച്ച ആസിയ. ആസിയയുടെ മൃതദേഹം കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിലാണ്. ഇന്ന് ഖബറടക്കും. മറ്റൊരു സംഭവത്തിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് കടയിലേക്ക് ഇടിച്ചു കയറി 2 പേർക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിലാണ് സംഭവം. കുളിരാമുട്ടി സ്വദേശികളായ സുന്ദരൻ പുളിക്കുന്നത്ത്, ജോൺ കമങ്ങുംതോട്ടിൽ എന്നിവരാണ് മരിച്ചത്. ഇവർ കടവരാന്തയിൽ ഇരിക്കവെയാണ് അപകടം. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെ 9ഓടെയാണ് അപകടമുണ്ടായത്. പൂവാറൻ തോടിൽ നിന്നും ഇറക്കമിറങ്ങി വരുന്നതിനിടയിലാണ് പിക്കപ്പ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയത്. കടയുടമ ജോമോൻ, പിക്കപ്പ് ഡ്രൈവർ മുഹമ്മദ് റിയാസ്, ഷിഹാബുദ്ദീൻ തേക്കുംകുറ്റി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സമാനമായ സംഭവത്തിൽ പോലീസ് ജീപ്പ് കടയിലേക്ക് ഇടിച്ചു കയറി SIക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ പാലക്കാട് നായാടിപ്പാറയിൽ വെച്ചായിരുന്നു അപകടം. 2 പേരാണ് ജീപ്പിലുണ്ടായിരുന്നത്. SI ശിവദാസിന്റെ അരക്കെട്ടിന് പൊട്ടലുണ്ട്. ഇദ്ദേഹത്തെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡ്രൈവർ ഷമീർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇന്നലെ പുലർച്ചെ 1:30ഓടെയായിരുന്നു അപകടം. രാത്രികാല പരിശോധനയുടെ ഭാഗമായി മണ്ണാർക്കാട് പോയി തിരികെ വരുന്ന വഴിയായിരുന്നു അപകടം. റോഡിൽ മരക്കൊമ്പ് കിടക്കുന്നത് കണ്ട് വെട്ടിച്ചതോടെ സമീപത്തെ കടയിലേക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. അപകടത്തിൽ ജീപ്പിന്റെയും കടയുടെയും മുൻഭാഗം തകർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.